ഹായ് ഹലോ മിഷനി ഹിയർ. എന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ച് അവരുടെ ഫീലിങ്സ് നമ്മൾ പറയാം എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ 4 ഫയലുകൾ വെച്ചിട്ടുണ്ട്, 4 പേനകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തിനാണ് ഞാൻ പറഞ്ഞു തരണമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരങ്ങളും കൂടി അതിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ താല്പര്യമെങ്കിൽ കേൾക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്താ പറയുക, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഏതാണോ, ഏതൊരു പേനയാണോ അല്ലെങ്കിൽ ഏതൊരു ഡെക്കാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അത് തിരഞ്ഞെടുത്തിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോ പേനകളും ഞാൻ പറയാം. കളറ് പറയുന്ന കാര്യത്തിൽ ഞാൻ അല്പം വീക്കാണ്. ഫസ്റ്റ് പെൻ എന്ന് പറയുമ്പോൾ ഒരു ഇളം പിങ്ക് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റോസ് പേസ്റ്റൽ കളറായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തെ പേന എന്ന് പറയുന്നത് ഒരു ഇളം പച്ച, ഒരു പേസ്റ്റൽ ഗ്രീൻ തന്നെ, ഒരു മിൻറ്റ് കളറ് അങ്ങനെ. മൂന്നാമത്തെ പേനയായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു ഇളം പർപ്പിള് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലാവൻഡർ ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം, അതിൻ്റെ ഒരു പേസ്റ്റൽ ആയിട്ടുള്ള ഒരു കളറ്. നാലാമത്തെ പെന്നായിട്ട് വെച്ചിട്ടുള്ളത് ഇളം ഗ്രേ അല്ലെങ്കിൽ എന്താ പറയുക, ഒലിവ് കലർന്നിട്ടുള്ള ഒരു ഗ്രേ നിറം. ഓക്കെ, അപ്പം ഇതിലേതാണ് നല്ല രീതിയിൽ ഈ 4 പേനകളും വളരെ മനോഹരമായിട്ടുള്ള ശാന്തത തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പേസ്റ്റൽ ഷെയ്ഡുകളാണ് ഈ പെന്നുകൾക്കുള്ളത്. അപ്പോൾ ഏതാണോ ഏറ്റവും കൂടുതൽ നിങ്ങളെ ആകർഷിക്കുന്നത്, എന്നിട്ട് അത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം. ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം. ഒന്നും ഫോഴ്സ് ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാം, നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അപ്പോൾ ആദ്യത്തെ പേന തിരഞ്ഞെടുത്തവർക്ക് എന്താണ് എന്ന് വെച്ചാൽ പൈൽ 1. ഓക്കെ, നമ്മൾ ടാരറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ ലെനോർമണ്ട് കാർഡുകൾ എടുത്തിട്ടുണ്ട്. ടാരറ്റ് 4 കാർഡും ലെനോർമണ്ട് 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ 10 ഓഫ് കപ്സ് വരുന്നുണ്ട്, 8 ഓഫ് കപ്സ് വരുന്നുണ്ട്, 2 ഓഫ് പെൻഡക്കിൾ വരുന്നുണ്ട്, മൂൺ റിവേഴ്സ് ആണ് വരുന്നത്. മറ്റു കാർഡുകളാണെങ്കിൽ ഫിഷ്, ജെന്റിൽമാൻ, റിങ്. ഇതിലെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ എന്ന് പറയാൻ വൈകാരികമായിട്ടുള്ള നേട്ടങ്ങളും സാമ്പത്തിക വളർച്ചയാണ് ഇത് പറയുന്നത്. 10 ഓഫ് കപ്സ് അതേപോലെ തന്നെ ഫിഷ് കാർഡ് ഇതൊക്കെ ഒരുമിച്ച് വരുമ്പോൾ മികച്ചൊരു സൂചനയാണ്. കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. ഓക്കെ, സാമ്പത്തികമായിട്ട് വലിയൊരു ഒഴുക്ക്, ഫിനാൻഷ്യലായിട്ടുള്ളൊരു പണം, അത്തരം കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പുതിയ കരാറുകൾ, ബന്ധങ്ങൾ. റിങ് കാർഡ് പറയുമ്പോൾ ഒരു പുതിയ ബിസിനസ് പങ്കാളിത്തം, കരാറ് അല്ലെങ്കിൽ വിവാഹബന്ധം എന്നിവയ്ക്കുള്ള ശക്തമായിട്ടുള്ള സാധ്യതകളെ പറയുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉത്തരവാദിത്വമുള്ള ഒരു പുരുഷന്റെ സഹായമോ സാന്നിധ്യമോ വരുന്ന ഒരു സമയം എന്ന് പറയുന്നു. ആശയക്കുഴപ്പങ്ങൾ മാറുന്നുണ്ട്. മൂൺ കാർഡ് റിവേഴ്സായി വന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഭയങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, നിങ്ങൾ ആരോ പറ്റിക്കുന്നു എന്ന തോന്നലുകൾ എന്നിവയെല്ലാം മാറി കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും. അതുപോലെ തന്നെ സത്യം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നെഗറ്റീവ് വശങ്ങൾ വെല്ലുവിളികളായിട്ട് പറയുമ്പോൾ ഒഴിഞ്ഞുപോക്കും മാറ്റങ്ങളുമാണ്. കാരണം 8 ഓഫ് കപ്പ് പറയുമ്പോൾ വൈകാരികമായിട്ട് നിങ്ങൾക്ക് ഒട്ടും സംതൃപ്തി തരാത്ത അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്നോ ബന്ധത്തിൽ നിന്നോ നിങ്ങൾ സ്വയം ഇറങ്ങിപ്പോരാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഭൗതികമായിട്ട് എല്ലാം ഉണ്ടായിട്ടും മനസ്സിന് സുഖമില്ലാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ. ബാലൻസിങ് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. 2 ഓഫ് പെൻഡക്കിൾ പറയുമ്പോൾ നിങ്ങൾ ഒരേ സമയം 2 കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുപെടുകയാണ്. ഉദാഹരണത്തിന് ജോലി, കുടുംബം അല്ലെങ്കിൽ 2 വ്യത്യസ്ത വരുമാന മാർഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിലവിലുള്ള ബന്ധം ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും ഒരേ സമയം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടാകാം. ഇത് കാരണം ജീവിതത്തിൽ ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥ, അത്തരം കാര്യങ്ങൾ അനുഭവപ്പെടാം. അത് ആഴത്തിൽ നോക്കുമ്പോൾ ഈ പൈല് തിരഞ്ഞെടുത്തത് ആരാണെങ്കിലും നിലവിൽ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. ഇപ്പോൾ ഉള്ള അവസ്ഥകളെ കാര്യമാക്കണ്ട. നിങ്ങൾ പുറമേക്ക് സന്തോഷത്തോടെ കാണപ്പെടുമ്പോഴും 10 ഓഫ് കപ്പ് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട്. പണവും സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ആത്മീയമായിട്ടോ വൈകാരികമായിട്ടോ ഒരു തൃപ്തിക്കുറവ് നിങ്ങളെ അലട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു പുരുഷന്റെ സഹായത്തോടെയോ ഇടപെടലോടെയോ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയൊരു നേട്ടം, സുരക്ഷിതത്വം ഇതൊക്കെ നിങ്ങളെ തേടി വരും. ഭൂതകാലത്തിലെ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾ മോചനം നേടുന്ന ഒരു സമയമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഊർജം പോസിറ്റീവ് ആക്കാനും തടസ്സങ്ങളും മാറ്റാൻ വേണ്ടി നമ്മളെന്താ പറയുക, നിങ്ങളുടെ റീഡിങ്ങിലെ കപ്സ്, ഫിഷ്, മൂൺ ഇതെല്ലാം വെള്ളമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. വൈകുന്നേരങ്ങളിൽ ഉപ്പിട്ട ചെറു ചൂടുവെള്ളത്തിൽ കാൽപാദങ്ങൾ മുക്കി വയ്ക്കുന്നത്,
നെഗറ്റീവായിട്ടുള്ളൊരു എനർജിയെ അകറ്റാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഭൂതകാലത്ത് ഉപേക്ഷിക്കാനാണ് പറയുന്നത്. 8 ഓഫ് കപ്പ് പറയുമ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. പഴയ പരാജയങ്ങളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തുക. ഗ്രൗണ്ടിങ് പറയുന്നുണ്ട്. മാനസികമായിട്ടുള്ളൊരു അസ്ഥിരത മാറാൻ ദിവസവും കുറച്ച് സമയം നഗ്നപാതരായിട്ട് ചെരുപ്പില്ലാതെ പുല്ലിലോ മണ്ണിലോ നടക്കാൻ, ഇത് ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ക്രിസ്റ്റൽ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക്, വ്യക്തിതയ്ക്ക് സിട്രിൻ അല്ലെങ്കിൽ ക്ലിയർ കോഡ്സ് ഒക്കെ അതിൻ്റെ ക്രിസ്റ്റലോ ടെമ്പിൾ സ്റ്റോണോ നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മളൊന്നുകൂടി ആഴത്തിൽ നോക്കുമ്പോൾ ബിസിനസ്, കരിയർ, പ്രണയം, ബന്ധങ്ങൾ, ആരോഗ്യം, അതിൽ വരുമ്പോൾ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടിയുണ്ട്. കാരണം കരിയറും സാമ്പത്തികമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 2 ഓഫ് പെന്റക്കിൾ പറയുമ്പോൾ 2 തോണിയിൽ കാല് വയ്ക്കുന്ന ഒരവസ്ഥ, ഒരേ സമയം 2 പ്രോജക്റ്റുകൾ, 2 ബിസിനസ് ആശയങ്ങൾ, അല്ലെങ്കിൽ ജോലിയും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ 2 ബന്ധങ്ങൾ, റിലേഷൻഷിപ്പുകൾ. കാരണം ഇതിൽ ഏതിനാണ് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് എന്നൊരു കാര്യത്തിൽ ചെറിയൊരു പതർച്ച നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകാം. പിന്നെ വലിയൊരു സാമ്പത്തിക ലാഭത്തിന്റെ കാര്യം പറയുമ്പോൾ ഫിഷ് കാർഡും റിങ്ങും വരുമ്പോൾ ബിസിനസ്സിൽ വലിയൊരു കരാറ് ഉറപ്പാകുന്നത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ, സിനിമ, മീഡിയ, അല്ലെങ്കിൽ അങ്ങനെ എന്ത് ക്രിയേറ്റീവായിട്ടുള്ള എന്തൊരു കാര്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പണത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ബ്രാൻഡിങ്, ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ, ഒരു പുതിയ സംരംഭങ്ങൾക്കൊക്കെ സുവർണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. തീരുമാനങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ നിങ്ങളോട് പറയുന്നു. അതാണ് നിങ്ങളുടെ പരിഹാരങ്ങൾ, കാര്യങ്ങൾ കേട്ടോ. കാരണം മൂൺ കാർഡ് റിവേഴ്സാണ്. കരിയറിൽ നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ വഴി തെറ്റിച്ചിരുന്ന ആളുകളുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒളിച്ച് വെക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും എന്ന് പറയുന്നുണ്ട്. പ്രണയത്തിൽ പറയുമ്പോൾ അതെന്തോ ആവാം, പ്രണയം, കുടുംബ ബന്ധങ്ങളെ, എക്സ്ട്രാ മാരിഡിലെ എന്തോ ആവാം. 10 ഓഫ് കപ്പിന് പുറമെ മികച്ചൊരു കുടുംബജീവിതം കാണിക്കുമ്പോഴും 8 ഓഫ് കപ്പ് പറയുന്നത് പങ്കാളിയായിട്ട് വലിയൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ്. എല്ലാം ഉണ്ടായിട്ടും എന്തോ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരവസ്ഥ. ഒരു പുതിയ തുടക്കം ഒരു വിവാഹത്തിന് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഉത്തരവാദിത്വ ബോധമുള്ള മാന്യനായ ഒരു പുരുഷന്റെ കടന്നുവരവ്. ജെന്റിൽമാൻ കാർഡ് അതാണ് പറയുന്നത്. ഒരു പ്രണയബന്ധം വിവാഹത്തിലോട്ട്, റിങ്ങിലോട്ട് മാറാനുള്ള ശക്തമായിട്ടുള്ള ഒരു സാധ്യതയെ പറയുന്നു. ഭൂതകാലത്തിൽ നിന്നുള്ളൊരു മോചനത്തിനെ പറയുന്നുണ്ട്. കാരണം നിങ്ങളെ മാനസികമായി വേദനിപ്പിച്ച ഒരു പഴയ ബന്ധത്തിൽ നിന്നോ സൗഹൃദത്തിൽ നിന്നോ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് ഇറങ്ങി പോരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇറങ്ങിപ്പോക്ക് നിങ്ങൾക്ക് വലിയൊരു സമാധാനം നൽകുന്നതായിട്ട് വരുന്നുണ്ട്. പിന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു ആരോഗ്യത്തിനെ പറ്റി പറയുമ്പോൾ ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, മൂൺ കാർഡ് ആ ഒരു മാനസികാവസ്ഥേനെയാണ് സൂചിപ്പിക്കുന്നത്. അത് തലതിരിഞ്ഞാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന ഡിപ്രഷൻ, അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ, രാത്രിയിലെ ഉറക്കമില്ലായ്മ, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു മോചനം ലഭിക്കും, അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യം വീണ്ടെടുക്കും എന്ന് പറയുന്നുണ്ട്. ഊർജം ചോർന്നു പോകുന്നൊരവസ്ഥ പറയുന്നുണ്ട്. കാരണം എനർജി ലെവലിൽ വലിയ മാറ്റങ്ങൾ വരാം. ചില ദിവസങ്ങളിൽ വലിയ ഉന്മേഷവും മറ്റു ചില ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണവും അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത. പിന്നെ കൂടുതൽ ശക്തമായിട്ടുള്ള പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ വെള്ളിമോതിരം ധരിക്കുന്നത് നല്ലതാണ്. കാരണം റിങ് കാർഡും ഫിഷ്, കപ്സ്, മൂൺ ഇതൊക്കെ വന്നുകൊണ്ട് വലത് കൈയിലെ ചെറുവിരലോ ചൂണ്ടുവിരലോ ഒരു ശുദ്ധമായിട്ടുള്ള ഒരു വെള്ളിമോതിരം, പ്യുവറായിട്ടുള്ളൊരു സിൽവർ റിങ് ധരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ഒരു എനർജി ചന്ദ്രന്റെ സ്വാധീനത്തിനെ വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ മാനസികമായിട്ടുള്ളൊരു അസ്ഥിരത മാറ്റാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക, ബൗണ്ടറി സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. 8 ഓഫ് കപ്പ് വിജയിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അമിതമായിട്ട് സ്വയം വിട്ടുവീഴ്ച ചെയ്യുന്നത് ആദ്യം നിർത്തണം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് ധൈര്യമായിട്ട് നോ പറയാൻ ശീലിക്കുക എന്നാണ് കാർഡുകൾ പറയുന്നത്. പിന്നെ സാമ്പത്തിക വളർച്ച ഇരട്ടിയാക്കാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവി, കുബേരൻ അത്തരം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഫിഷ്, റിങ് കാർഡുകളുടെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വേഗത്തിൽ ആകർഷിക്കാൻ സഹായിക്കും എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പൈല് ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ആ പിങ്ക് കളർ പോലത്തെ ആ പേന അത് തിരഞ്ഞെടുത്തത് ആരാണോ അവരുടെ ഒരു അവസ്ഥ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അതവിടെ വിട്ടേക്ക്. ജനറൽ റീഡിംഗ് ആണ്. നമ്മളൊരു ഇത്ര പൈല് വെച്ചിട്ട് അതിൽ ചെയ്യുന്നൊരു റീഡിങ് മാത്രമാണ്. ഒന്നിനെയും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ പെണ്ണ് തിരഞ്ഞെടുത്തിട്ട് ഉള്ളവർക്ക് എങ്ങനെയാണ് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു മിൻറ്റ് കളറ്, ഇങ്ങനെ ഈ ഒരു കളറിൽ
പെണ്ണെടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇളം പച്ച ഈ ഒരു കളറിലെടുത്തിട്ടവർക്കാണെങ്കിൽ നമുക്ക് നോക്കാം. 7 ഓഫ് സോർട്സ് വരുന്നുണ്ട്, ടവർ വരുന്നുണ്ട്, എംപ്രസ് വരുന്നുണ്ട്. എംപ്രസ് റിവേഴ്സ് ആണ്, ഡെവിളും വന്നിട്ടുണ്ട്. ലെനോർമൻ കാർഡുകളിൽ വരുമ്പോൾ ബേഡ്സും ഹൗസും കോഫിനുമാണ് വരുന്നത്. ഓക്കെ, ഈ പൈലിലെ നെഗറ്റീവ് കാർഡുകളുടെ സ്വാധീനം വളരെ കൂടുതലാണ്. കാരണം നിങ്ങളിപ്പോൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ വഞ്ചനകൾ, രഹസ്യങ്ങൾ. 7 ഓഫ് സോർട്സ് പറയുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആരോ നിങ്ങളെ വഞ്ചിക്കുന്നു, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിലോ ജോലി സ്ഥലത്തോ നിങ്ങളുടെ ആശയങ്ങൾ ആരോ മോഷ്ടിക്കാനുള്ളൊരു സാധ്യതയെ പറയുന്നുണ്ട്. പിന്നെന്താ പറയുക, ടോക്സിക് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ്സിന് പറയുന്നുണ്ട്, വിഷലിപ്തമായിട്ടുള്ള ചിന്തകളും ബന്ധങ്ങളും. ഡെവിൾ കാർഡ് കാണിക്കുന്നത് നിങ്ങളൊരു അഡിക്ഷനിലാകാം, ഒരു ആസക്തി ആയിരിക്കാം, മദ്യം അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ബന്ധമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യാത്ത ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിലോ സാഹചര്യത്തിലോ നിങ്ങൾ പെട്ടുപോയിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധിക്കുന്നില്ല എന്നൊരവസ്ഥയായിരിക്കാം ഇപ്പോൾ. അപ്രതീക്ഷിതമായിട്ടുള്ള തകർച്ചകൾ. ടവർ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പെട്ടെന്നുള്ള ചില മാറ്റങ്ങളാണ്. അതൊരു ബന്ധത്തിന്റെ തകർച്ചയാകാം, സാമ്പത്തികമായിട്ടുള്ള നഷ്ടമാകാം, അല്ലെങ്കിൽ അത് നിങ്ങൾക്കുണ്ടായിരുന്ന ആ വലിയൊരു വിശ്വാസം അത് തകരുന്നതോ ആകാം. കുടുംബത്തിലെ അശാന്തിയെ പറ്റി പറയുന്നുണ്ട്. ഹൗസിനോടൊപ്പം തന്നെ കോഫിൻ കാർഡ് വരുമ്പോൾ വീടിനുള്ളിലെ നെഗറ്റീവ് എനർജിയാണ് കാണിക്കുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ. എംപ്രസ് റിവേഴ്സായി വരുന്നതുകൊണ്ട് അമ്മയായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ച, അല്ലെങ്കിൽ സ്ത്രീകളിൽ കടുത്ത മാനസിക സമ്മർദ്ദം, ഇത്തരം കാര്യങ്ങളൊക്കെ വരാം. പോസിറ്റീവായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രയും കഠിനമായിട്ടുള്ള കാർഡുകൾക്കിടയിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വശമുണ്ട് എന്ന് പറയാം. ഒരു പുനർജന്മത്തിന് പറയുന്നുണ്ട്. കോഫിനും ടവറും ഒരുമിച്ച് വരുമ്പോൾ അത് കാണിക്കുന്നത് തകരേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം തകർന്നടിയുമെന്നാണ്. നിങ്ങളെ ദോഷകരമായി ബാധിച്ച ഒരു പഴയ കാലഘട്ടം പൂർണ്ണമായിട്ടും അവസാനിക്കുകയാണ്. ഇതൊരു പുതിയ തുടക്കത്തിനായിട്ടുള്ള ഒരു റീബർത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയില്ലേ. തുറന്നു പറച്ചിലുകൾ നല്ലതാണ്. ബേഡ്സ് കാർഡ് പറയുന്നത് ഉടൻ തന്നെ പല ചർച്ചകളും സംസാരങ്ങളും നടക്കുമെന്നാണ്. ഒളിച്ചു വെക്കപ്പെട്ട രഹസ്യങ്ങൾ പുറത്തു വരുന്നതിലൂടെ നിങ്ങളുടെ മുന്നിലുള്ള ആ മൂടൽ മഞ്ഞ് നീങ്ങി നിങ്ങൾക്ക് ആ സത്യം വെളിവാകുന്ന ഒരു അവസ്ഥയെ പറയുന്നുണ്ട്. ഈ പൈല് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ആളുകൾ നിലവിൽ മാനസികമായിട്ട് വല്ലാത്തൊരു തടവറയിലാണ്, ഒരു ഡെവിൾ കാർഡിന്റെ എനർജിയിലാണ്. നിങ്ങളുടെ കരിയറിലോ ബിസിനസ്സിലോ പ്രത്യേകിച്ച് ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്റ്റുകൾ, അല്ലെങ്കിൽ പുതിയ സ്റ്റുഡിയോ സംരംഭങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെ അങ്ങനെ പല രീതിയിലുള്ള നിങ്ങളുടെ പുതിയ സംരംഭങ്ങൾ, അതിലൊന്നും ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പ്ലാനുകൾ മറ്റുള്ളവരോട് മുൻകൂട്ടി പറയുന്നത് ദോഷം ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ഒരിക്കലും തകർക്കാനല്ല, മറിച്ച് തെറ്റായ ബന്ധങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കൊടുങ്കാറ്റ് മാറുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ശക്തരായിട്ട് പുറത്തോട്ട് വരും എന്നാണ് പറയുന്നത്. ഇതിൽ ആഴത്തിലുള്ള പരിഹാരങ്ങൾ നമ്മൾ പറയുമ്പോൾ വീടൊക്കെ ഒന്ന് ശുദ്ധീകരിക്കുക. കാരണം ഈ കാർഡുകളിലെ കടുത്ത ഒരു നെഗറ്റീവ് എനർജിയാണ്. ജീവിതം പോസിറ്റീവാക്കാൻ നമ്മൾ എന്താ പറയുക, താഴെ അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ താഴെ മൊത്തം വീടുകൾ ശുദ്ധീകരിക്കുക. തറ മൊത്തം എന്താ പറയുക, കല്ലുപ്പ് കലർത്തിയ വെള്ളം കൊണ്ട് തറ തുടയ്ക്കുക. പിന്നെ ദിവസം വൈകുന്നേരങ്ങളിൽ വീട്ടിൽ കർപ്പൂരം പോവുകയോ അല്ലെങ്കിൽ ഇതേപോലെ ചന്ദനത്തിരി, കുന്തിരിക്കം അത്തരം കാര്യങ്ങളൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങളുടെ ഒരു ബിസിനസ് ആശയങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ നിങ്ങളുടെ എന്തൊരു കാര്യങ്ങളും പൂർണ്ണമായിട്ട് നടപ്പിലാകുന്നത് വരെ ആരോടും പങ്കുവെക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ എനർജി കട്ടിങ് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന ആളുകളുടെ ചിത്രങ്ങളോ അവർ തന്ന സമ്മാനങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് മാറ്റുക. അവരായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം മനസ്സുകൊണ്ട് വിച്ഛേദിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡെവിളും ടവറും 7 ഓഫ് സോർട്സും വരുമ്പോൾ രാഹു, ശനി അത്തരം കാര്യങ്ങളുടെ കടുത്ത സ്വാധീനം കാര്യങ്ങളെയാണ് ഈ കാർഡുകൾ പറയുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇപ്പൊ നിങ്ങൾ എന്താ പറയുക, ഭദ്രകാളി ക്ഷേത്രമോ അല്ലെങ്കിൽ ശിവക്ഷേത്രം അവിടെയൊക്കെ ദർശനം നടത്തുന്നത് കടുത്ത ദോഷങ്ങളിൽ നിന്നും ശത്രുഭയത്തിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കും എന്ന് പറയും. അത് അത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കാം. ക്രിസ്റ്റൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത നിഗൂഢമായിട്ടുള്ള ശത്രുക്കളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ അവരുടെ വഞ്ചനകൾ, അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ടർമലിൻ അതല്ലെങ്കിൽ എമത്തിസ്റ്റ് ക്രിസ്റ്റൽ ധരിക്കുകയോ അല്ലെങ്കിൽ കൂടെ കരുതുകയോ ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കരിയർ ബിസിനസ് ഒക്കെ നോക്കുമ്പോൾ
കരിയറിൽ നിങ്ങളുടെ പല കാര്യങ്ങളും പലരും കോപ്പി ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങളോട് പറയാതെ നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ പലതരത്തിലുള്ള ആശയങ്ങൾ എല്ലാം കൂടെയുള്ള ആരോ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വിജയത്തിൽ അസൂയുള്ളവർ നിങ്ങൾക്കെതിരെ നിങ്ങളറിയാതെ കരിക്കൾ നീക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളുണ്ടാകാം. കരിയറിലും ബിസിനസ്സിലും അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിൽ മാറ്റങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അവർക്കാട്. നിങ്ങളുടെ നിലവിലെ ജോലിയിലോ ബിസിനസ് പങ്കാളിത്തത്തിലോ വളരെ പെട്ടെന്നുള്ളൊരു തകർച്ചയോ മാറ്റമോ ഉണ്ടാകാം. കുറേ പേർക്കൊക്കെ ചിലപ്പോൾ ഇപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടാകാം. ടവർ കാർഡ് വന്നതുകൊണ്ട് അത് നിങ്ങൾക്ക് വലിയൊരു ആഘാതം പോലെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ അടിത്തറയില്ലാത്തൊരു ബിസിനസ്സിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രകൃതി, യൂണിവേഴ്സ് തന്നെ ഒരുക്കുന്നൊരു എന്താ പറയുക വഴിയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വിചാരിക്കാം. സാമ്പത്തികപരമായിട്ടുള്ള കെണികൾ, കാരണം ഡെബിൾ കാർഡ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പണം ഇരട്ടിയാക്കുക എന്ന് പറയുന്നതോ സുരക്ഷിതമല്ലാത്തതോ നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടുകളിലോ ചെന്ന് ചാടരുത്. വലിയ സാമ്പത്തിക നഷ്ടത്തിന് സാധ്യത പറയുന്നുണ്ട്. പിന്നെ പ്രണയം, കുടുംബ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതൊക്കെയാണെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു ആസക്തിയാണ് പറയുന്നത്. എന്താ പറയുക, ഡെബിൾ കാർഡ് എംപ്രസ് റിവേഴ്സ് ആണ്. അത് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയായിട്ടുള്ളൊരു ആത്മബന്ധത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു തരം നെഗറ്റീവ് ഡിപ്പെൻഡൻസി എന്ന് പറയില്ലേ, അതിൽ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥ. ഈ ഒരു ബന്ധം നിങ്ങളെ മാനസികമായിട്ട് നശിപ്പിക്കുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിലും അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ നിങ്ങൾക്കൊരു ഭയം എന്ന് പറയുന്നൊരവസ്ഥ. അപവാദങ്ങൾ, ഗോസിപ്പ്, ബേഡ്സ് പറയുന്നത് നെഗറ്റീവ് കാർഡുകൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിനെ കുറിച്ചോ സമൂഹത്തിലോ ബന്ധുക്കൾക്കിടയിലോ മോശമായിട്ടുള്ള ചർച്ചകൾ, ഗോസിപ്പുകൾ, അതൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പിന്നെ ബന്ധങ്ങളുടെ ഒരു അവസാനത്തിന് പറയുന്നുണ്ട്. ടവറും കോഫിനും വരുമ്പോൾ ഒട്ടും സത്യസന്ധമല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു ബന്ധം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അവസാനത്തിലേക്ക്, ഒരു ഡെഡ് എൻഡ് ആവുന്നുണ്ട്. അതൊരു പക്ഷേ വിവാഹമോചനത്തിലോ എന്താ പറയുക കടുത്ത ഒരു അകൽച്ചയിലോ കലാശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മാനസിക ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ബ്ലാക്ക് എനർജി, ഒരു കടുത്ത മാനസിക സമ്മർദ്ദം, ഹൗസും കോഫിനും വരുമ്പോൾ നിങ്ങളുടെ വീടിനുള്ളിൽ കടുത്ത നെഗറ്റീവ് എനർജിയും കെട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ദേഷ്യം, തലവേദന, നെഗറ്റീവ് ചിന്തകൾ, ഇതുണ്ടാവുന്നത് അതുകൊണ്ടായിരിക്കാം. പിന്നെ സ്ത്രീകളുടെ ആരോഗ്യം, എംപ്രസ് റിവേഴ്സ് ആയതുകൊണ്ട് ഈ പൈല് തിരഞ്ഞെടുത്തത് സ്ത്രീകളുണ്ടെങ്കിൽ അതിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ ഗർഭപാത്രമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കടുത്ത ഡിപ്രഷൻ, അത്തരം കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ളൊരു വൈദ്യപരിശോധന കാര്യങ്ങളിലോട്ട് പോവുക. കടുത്ത ദോഷങ്ങൾ മാറാനുള്ളൊരു തീവ്രമായിട്ടുള്ള പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഡെവിളും സെവൻ ഓഫ് സോർട്സ് ഒക്കെ വരുമ്പോൾ വഞ്ചനകൾ, ശത്രുദോഷങ്ങളാണ്. ഏറ്റവും എന്താ പറയുക നരസിംഹസ്വാമി അല്ലെങ്കിൽ ഭൈരവസ്വാമി, അതിനൊക്കെ നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഉപ്പുവെള്ളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ നെഗറ്റീവ് എനർജി കളയാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കാൻ പറയുന്നുണ്ട്. ഇത് വീട്ടിലെ കണ്ണീർ, നെഗറ്റീവ് എനർജിയൊക്കെ പൂർണ്ണമായിട്ടും മാറും എന്ന് പറയുന്നു. പഴയ സാധനങ്ങൾ മാറ്റുക. കോഫിൻ കാർഡ് മാറ്റത്തിന് തടയുന്ന ഊർജ്ജത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലുള്ള കേടായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, പൊട്ടിയ കണ്ണാടികൾ, ഉപയോഗിക്കാത്ത പഴയ വസ്ത്രങ്ങൾ, ഇതൊക്കെ ഉടൻ തന്നെ എടുത്ത് മാറ്റുക. ഓക്കെ. പിന്നെ മൗനവ്രതം നല്ലതാണ്. കാരണം നിങ്ങളുടെ ഒരു പ്ലാനുകൾ നിങ്ങളുടെ ഉള്ളിൽ മാത്രം സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ശത്രുക്കൾക്ക് നിങ്ങളെ തകർക്കാൻ ഒരു വിവരവും നൽകാതിരിക്കുക, ആരോടും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്ന് ആരും പ്രവചിക്കാൻ പാടില്ല. ആരോടൊന്നും തുറന്നു പറയാതിരിക്കുക. എന്താണ് ഇപ്പം ഈ രണ്ടാമത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇളം പച്ച കളറിലുള്ള ഒരു മിൻറ്റ് കളറിലുള്ള പെൻ ആരൊക്കെയാണോ തിരഞ്ഞെടുത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഇതിപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ നോക്കുക. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു റീഡിങ് മാത്രമാണ്. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാം. നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് തന്നെ എടുക്കാൻ, നെഗറ്റീവും പോസിറ്റീവും അറിയാൻ, തീരുമാനം എടുത്ത് മുന്നോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇത് ഇത്രമാത്രം നിങ്ങൾ കമൻ്റ് ആവുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ പൈല് ഒരു ലാവണ്ടർ കളറാണ്. ആ കളറ് പെൻ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ ആ ബോക്സ് തിരഞ്ഞെടുത്തവർക്ക് എന്താണ് ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടാരറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്, ലെനോർമൺ കാർഡുകൾ എടുത്തിട്ടുണ്ട്. ടാരറ്റിലെ 4 ഓഫ് കപ്സ്, 9 ഓഫ് കപ്പ് റിവേഴ്സ് ആണ്, 4 ഓഫ് വൺസ് റിവേഴ്സ് ആണ്, ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ലെനോർമൺ കാർഡുകളാണെങ്കിൽ സ്നേക്ക്, സ്റ്റാർസ്, ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയുമ്പോൾ അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളുമാണ് പറയുന്നത്.
കാരണം സ്റ്റാർസ് ഫ്ലവേഴ്സ് ഒക്കെ രണ്ട് കാർഡുകൾ ഒരുമിച്ച് വരുമ്പോൾ ഈ പൈലിലെ ഏറ്റവും വലിയ പോസിറ്റീവ് സൂചനയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വലിയൊരു ഭാഗ്യവും പ്രശസ്തിയും അപ്രതീക്ഷിതമായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കടന്നു വരാൻ പോകുന്നു. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു കഠിനാധ്വാനത്തിന് അർഹിച്ച ഒരു അംഗീകാരം ലഭിക്കുന്നു. അതൊക്കെയാണ് കാർഡുകൾ പറയുന്നത്. ആത്മീയമായിട്ടുള്ളൊരു ഉണർവ്, പുതിയൊരു കാഴ്ചപ്പാട്. ഹാങ്ഡ് മാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ജീവിതത്തെ മറ്റൊരു കോണിലൂടെ കാണാൻ പഠിച്ചു എന്നാണ്. പഴയ ചിന്താഗതികൾ മാറി കൂടുതൽ ആത്മീയമായിട്ടുള്ള ചിന്തകളിലേക്കും ഒരു ആത്മപരിശോധനയിലേക്കും നിങ്ങൾ വഴിമാറുന്ന ഒരവസ്ഥ. വലിയ സ്വപ്നങ്ങൾ സഫലമാകുന്നു. സ്റ്റാർസ് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനെയാണ് കാണിക്കുന്നത്. കരിയറിലായിരിക്കാം, ബിസിനസ്സിലായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച വലിയൊരു മാറ്റം ദൂരെയല്ല. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. നെഗറ്റീവായിട്ട് വരുന്നതും വെല്ലുവിളികളും എന്ന് പറഞ്ഞാൽ അസൂയ, അല്ലെങ്കിൽ നിങ്ങളോട് അത്തരത്തിൽ പെരുമാറുന്ന, നിങ്ങളോട് കാണിക്കാത്ത വ്യക്തികൾ. സ്നേക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചതി അല്ലെങ്കിൽ ഒരു കടുത്ത അസൂയുള്ള ഒരു വ്യക്തിനെയാണ് കാണിക്കുന്നത്. ഒരു സ്ത്രീയുടെ രൂപത്തിലോ ഒരു സുഹൃത്ത് എന്നൊരു വ്യാജേനയോ നിങ്ങളുടെ വിജയങ്ങളിൽ അസൂയപ്പെടുന്ന ഒരാള് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. വിരസത, അതൃപ്തി. കാരണം 4 ഓഫ് കപ്സ് 9 ഓഫ് കപ്സ് റിവേഴ്സ് വരുമ്പോൾ ഭൗതികമായിട്ട് നിങ്ങൾക്ക് പല നേട്ടങ്ങളും ഉണ്ടെങ്കിലും മനസ്സിനൊരു മടുപ്പ് അല്ലെങ്കിൽ ഒരു വിരസത, ഒരു അത്തരം അനുഭവപ്പെടുന്ന ഒരവസ്ഥ. പ്രകൃതി നിങ്ങളുടെ മുന്നിലോട്ട് വെച്ച് നീട്ടുന്ന നല്ല അവസരങ്ങളെ നിങ്ങൾ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ അതിനെ നിരസിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ. കുടുംബത്തിലെ അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ തടസ്സങ്ങൾ. 4 ഓഫ് വൺസ് റിവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിന് ചെറിയ രീതിയിലുള്ളൊരു കോട്ടം തട്ടാം. അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ചില ആഘോഷങ്ങൾ, യാത്രകൾ, ഒത്തുചേരലുകൾ, അത് അവസാന നിമിഷം മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളാണ്. ആഴത്തിൽ നോക്കുമ്പോൾ ഈ പൈല് തിരഞ്ഞെടുത്ത ആളുകളുടെ അവസ്ഥ വളരെ സങ്കീർണമാണ്. ഒരു വശത്ത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വലിയ ഭാഗ്യങ്ങളും പ്രശസ്തിയും വരാൻ പ്രകൃതി ഒരുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ, സ്റ്റാർസും ഫ്ലവേഴ്സും. പക്ഷെ അത് നിങ്ങളുടെ ഒരു അലസത കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം മടുത്തു എന്നൊരു ചിന്താഗതി കൊണ്ടോ 4 ഓഫ് കപ്സ് നിങ്ങൾ ആ വാതിലുകൾ കാണുന്നില്ല. നിങ്ങളൊരു പുതിയ കരാറ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ബിസിനസ് ബ്രാൻഡിങ് ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ ചോർത്താൻ നിൽക്കുന്ന ചില സ്നേക്സ്, പാമ്പുകളെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു തരം നിശ്ചലാവസ്ഥയിലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും ഇത് നിങ്ങളുടെ അടുത്ത വലിയൊരു കുതിച്ചുചാട്ടത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമാണ്. ഇതിൽ പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പൈലിലെ തടസ്സങ്ങൾ മാറ്റിയിട്ട് ഭാഗ്യത്തിനെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ആകർഷിക്കാം. കണ്ണീർ മാറ്റുക എന്ന് പറയും. കാരണം നിങ്ങളുടെ വിജയങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണീർ ഇവിലായി, ഓക്കെ, അത് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ചൊവ്വാഴ്ചകളിൽ ഞായറാഴ്ചകളിൽ അല്പം കല്ലുപ്പും കറിമുളകും ഉണക്കമുളകും കയ്യിലെടുത്ത് നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും 3 തവണ ഒഴിയുക. അതിനുശേഷം അടുപ്പിലോ തീയിലോ ഇടുന്നത് ഒരു ദൃഷ്ടി ദോഷത്തിന് മാറ്റും എന്ന് പറയുന്നുണ്ട്. നന്ദി പ്രകാശിപ്പിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ്. മനസ്സിൻ്റെ മടുപ്പ് മാറാൻ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് പ്രകൃതിയോട് നന്ദി പറയുക. അത് നിങ്ങളുടെ ഒരു പോസിറ്റീവ് എനർജിയെ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പറയുന്നുണ്ട്. ഫ്ലവേഴ്സ് കാർഡ് അതിൻ്റെ ഒരു ഊർജം കൂട്ടാൻ നിങ്ങളുടെ വീട്ടിൽ പുതിയ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുക. ദിവസവും പൂക്കളുടെ ഒരു സാന്നിധ്യം മുറിയിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഒരു മൂഡിനെ മാറ്റാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. രാത്രിയിൽ കുറച്ച് സമയം ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾക്കൊരു വ്യക്തത നൽകും എന്ന് പറയുന്നുണ്ട്. പിന്നെ സുബ്രഹ്മണ്യ അല്ലെങ്കിൽ നാഗരാജ, ഈ സ്നേഹിക്കിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് നെഗറ്റീവ് വശങ്ങൾ മാറാനും ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാക്കാനും സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നാഗരാജ ക്ഷേത്രത്തിലോ ദർശനം നടത്തി വഴിപാടുകളൊക്കെ കഴിക്കുന്നത് കരിയറിലെയും ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ നീക്കും എന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ക്രിസ്റ്റൽ വഴിയാണ് പോകുന്നതെങ്കിൽ അസൂയക്കാരിൽ നിന്ന് സംരക്ഷണം നേടാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനൊക്കെ വേണ്ടിയിട്ട് ലാപ്പിസ് ലസൂലി അല്ലെങ്കിൽ ഒരു ഗ്രീൻ അവഞ്ചുറിൻ ക്രിസ്റ്റലൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം ഉത്തമമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ വരാനിരിക്കുന്ന മാറ്റങ്ങളെ പറ്റി നല്ലൊരു വ്യക്തത നമുക്ക് ലഭിക്കുന്നുണ്ട്. കരിയർ, ബിസിനസ് അത്തരം കാര്യങ്ങളിലാണെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ വെറുതെ നഷ്ടപ്പെടുന്നതല്ല. 4 ഓഫ് കപ്സും 9 ഓഫ് കപ്പും റിവേഴ്സ് വരുമ്പോൾ കരിയറിൽ ഒരു മുന്നറിയിപ്പാണത്. മികച്ച അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ മുൻകാലങ്ങളിലെ ചില നിരാശകൾ കാരണം നിങ്ങൾ പുതിയ പ്ലാനുകളോടോ പ്രോജക്റ്റുകളോടോ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അലസതയും മടുപ്പും മാറ്റിപ്പിടിച്ചാൽ വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പ്രശസ്തി അംഗീകാരത്തിന് പറയുന്നുണ്ട്. സ്റ്റാർ വരുന്നുണ്ട്, ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഈ കോമ്പിനേഷൻ ബിസിനസ്സിലാവാം, തൊഴിലിലാവാം, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയൊരു ബ്രേക്കിനെയാണ് കാണിക്കുന്നത്.
നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ, അല്ലെങ്കിൽ പുതിയ ബ്രാൻഡിങ് രീതികൾ, അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ബിസിനസ്സുകൾ, അതുവഴി ജനശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയോ പൊതുവേദികൾ വഴിയോ ഉള്ള പ്രശസ്തി നിങ്ങളെ തേടി വരുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് അറിയപ്പെടാത്ത ശത്രുക്കളുടെ നീക്കങ്ങൾ, കരിയറിൽ നിങ്ങൾ വളരുന്ന സമയത്ത് നിങ്ങളെ താഴേക്ക് വലിക്കാൻ നോക്കുന്ന ഒരു സ്ത്രീയോ അല്ലെങ്കിൽ വിശ്വസ്തതയില്ലാത്ത ഒരു പങ്കാളിയുടെയോ സ്നേക്ക് ആ ഒരു ഇടപെടലുണ്ടാകാം. നിങ്ങളുടെ ഒരു ബിസിനസ് തന്ത്രങ്ങൾ ആരോടും പുറത്ത് പറയാതിരിക്കുക എന്നാണ് കാർഡുകൾ തരുന്ന ഗൈഡൻസ്. പിന്നെ പ്രണയം, കുടുംബ ബന്ധങ്ങളെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ്, അതൊക്കെ നോക്കുമ്പോൾ ബന്ധങ്ങളിലൊരു നിശ്ചലാവസ്ഥയാണ്. ഹാങ്ഡ് മാൻ പറയുന്ന പോലെ നിങ്ങളുടെ പ്രണയത്തിലോ വിവാഹ ജീവിതത്തിലോ കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നോട്ട് നീങ്ങുന്നില്ല. ഒരു തരം എന്താ പറയുക, ഹോൾഡായ ഒരു അവസ്ഥയിലാണ്. പങ്കാളിയെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ സാഹചര്യങ്ങളെ മറ്റൊരു കാഴ്ചപ്പാടിൽ കൂടെ കാണാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വീട്ടിലെ അസ്വസ്ഥതകൾ പറയുന്നുണ്ട്. 4 ഓഫ് വാൻസ് റിവേഴ്സ് വരുമ്പോൾ കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാം. ബന്ധുക്കളുടെയോ അയൽവക്കാരുടെയോ കുശുമ്പ്, അസൂയ. നിങ്ങളുടെ ഒരു കുടുംബ സമാധാനത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് പറയുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷങ്ങൾ പറയുന്നുണ്ട്. വെല്ലുവിളികളുണ്ട്, പക്ഷെ നിങ്ങളുടെ പങ്കാളിയിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ വളരെ സന്തോഷം തരുന്ന സമ്മാനങ്ങൾ, ഒത്തുചേരലുകൾ, അതൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനെ പറ്റി പറയുമ്പോൾ ഒരു വിറ്റാമിൻ കുറവ്, ഒരു മാനസിക മടുപ്പ്, തല കീഴായിട്ട് തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണത്. ശരീരത്തിലെ രക്തയോട്ടം കുറയുക, വിറ്റാമിൻ ഡി അല്ലെങ്കിൽ B12 അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കുറയുക, കടുത്ത ക്ഷീണം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ ചിന്തകളുടെ അമിത ഭാരം എന്ന് പറയില്ലേ, ഓവർ തിങ്കിങ്. മനസ്സിലെപ്പോഴും പ്ലാനുകൾ ഉണ്ടെങ്കിലും ഒന്നും പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് ഇതുപോലത്തെ ഒരു മാനസികാവസ്ഥയാണ്. അതാണ് നിങ്ങളെ അലട്ടുന്നത്. പിന്നെ ഈ സ്റ്റാർസ് കാർഡിന്റെ ഭാഗ്യം പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, നാഗപ്രതിമ അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചതികള്, തടസ്സങ്ങൾ മാറാൻ ആയില്യം നക്ഷത്ര ദിവസങ്ങളിലോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ശനിയാഴ്ചകളിലോ സർപ്പക്കാവ് അല്ലെങ്കിൽ നാഗരാജ ക്ഷേത്രങ്ങളിലൊക്കെ പാൽപായസം, പാലാഭിഷേകം ഇതൊക്കെ നടത്തുന്നത് വളരെ മികച്ച പരിഹാരമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. മഞ്ഞ വസ്ത്രം അല്ലെങ്കിൽ പിന്നെ മഞ്ഞ പൂക്കൾ, വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. പൂജാമുറിയിൽ മഞ്ഞ നിറത്തിലുള്ള പുതിയ പൂക്കൾ വയ്ക്കാൻ, ചെണ്ടുമല്ലിയോ റോസാപ്പൂവോ അങ്ങനെ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ വെക്കുക. അത് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു എനർജിയെ പോസിറ്റീവ് ആക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുന്നത്, നിശ്ചലാവസ്ഥയും ശരീരത്തിലെ കടുത്ത മടുപ്പും മാറാൻ ദിവസവും രാവിലെ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളാം. കാലത്ത് തന്നെ കേട്ടോ, നട്ടുച്ചയ്ക്കല്ല. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾക്ക് വേഗത കൂട്ടും എന്ന് പറയുന്നുണ്ട്. പിന്നെ പൂർണ്ണചന്ദ്രന്റെ വെളിച്ചം, വെളുത്തവാവ് ഓക്കെ, പൗർണമി ദിവസങ്ങളിൽ രാത്രി കുറച്ച് സമയം ചന്ദ്രന്റെ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിനോട് തുറന്നു പറയുക. ഈ കാർഡുകൾ പ്രകാരം നിങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ വേഗം സഫലമാകും എന്നും കൂടി അത് പറയുന്നുണ്ട്. അപ്പൊ ഈ മൂന്നാമത്തെ പയല്, ഈ ലാവൻഡർ കളറ്, ഈ ഒരു പർപ്പിൾ പോലത്തെ കളർ തിരഞ്ഞെടുത്തവർക്ക് ഇതാണോ അവസ്ഥ എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ആദ്യം വിലയിരുത്തുക. ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കണ്ടാലും സാഹചര്യങ്ങളായിട്ട് റെസിഡന്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ആവുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. അത് നെഗറ്റീവും പോസിറ്റീവും പറയുന്നവരുടെ അടുത്ത് പോയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4ാമത്തെ കാർഡ് ആരാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഒരു ഗ്രേ കളർ ഉള്ളത് പെൻ, ഇതാരാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവർക്ക് എന്താണ്, അല്ലെങ്കിൽ അവരൊരു മാനസികാവസ്ഥയായിട്ട് ഇത് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതിൽ നെഗറ്റീവ് പോസിറ്റീവ് വശങ്ങളുണ്ട്. ലവേഴ്സ് വന്നിട്ടുണ്ട്, 5 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, മജീഷ്യൻ റിവേഴ്സ് ആണ്, 6 ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. ലെനോർമൻ കാർഡുകളും ടാരറ്റ് കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ലെനോർമനിലെ ക്രോസും ലേഡിയും ഡോഗും ആണ് വന്നിട്ടുള്ളത്. ഇതിലെ നെഗറ്റീവ് വശങ്ങൾ അല്ലെങ്കിൽ ഒരു വെല്ലുവിളികൾ നമ്മൾ പറയുമ്പോൾ വൈകാരികമായിട്ടുള്ള തടസ്സങ്ങൾക്കും സങ്കടങ്ങൾക്കും വലിയ പങ്കുണ്ട് എന്ന് തന്നെ പറയാം. ഭൂതകാലത്തിലെ നഷ്ടങ്ങളെ കുറിച്ചുള്ള സങ്കടം, 5 ഓഫ് കപ്പ് പറയുമ്പോൾ നിങ്ങളെപ്പോഴും ഭൂതകാലത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു നഷ്ടത്തിനെയോ തകർന്ന പ്രണയത്തെയോ ഓർത്ത് അതീവ ദുഃഖിതയായിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ദുഃഖിതനായിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ കൺമുന്നിലുള്ള നല്ല കാര്യങ്ങളെ കാണാതെ നഷ്ടപ്പെട്ടു പോയ 3 കപ്പുകളെ നോക്കി നിങ്ങൾ സങ്കടപ്പെടുന്ന ഒരവസ്ഥ. മനസ്സിലായോ? ആ ഒരു കാര്യത്തിനാണ് നിങ്ങൾ നോക്കുന്നത്. ആ താഴെ വീണുപോയ കപ്പുകളെയാണ് നിങ്ങൾ നോക്കുന്നത്. ആത്മവിശ്വാസം, മാനിപ്പുലേഷൻ,
മജീഷ്യൻ കാർഡ് റിവേഴ്സാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിശ്വാസമില്ലായ്മയാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും അവരുടെ താല്പര്യങ്ങൾക്കായിട്ട് നിങ്ങളെ വാക്കുകൾ കൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ, തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പരാജയഭീതി, അംഗീകാരമില്ലായ്മയുണ്ട്. 6 ഓഫ് വാൻസ് റിവേഴ്സ് വരുമ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും അറിയിച്ച വിജയമോ അംഗീകാരമോ പൊതുസമൂഹത്തിൽ നിന്നോ ജോലി സ്ഥലത്ത് നിന്നോ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിജയത്തിന്റെ തൊട്ടടുത്തെത്തി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു അവസ്ഥ, ആ ഒരു അവസ്ഥയാണോ എന്ന് നോക്കാം. വലിയ കർമ്മഫലങ്ങൾ പറയുന്നുണ്ട്. ലെനോർമൻ കാർഡുകളിൽ ക്രോസ് കാർഡ് വരുമ്പോൾ നിങ്ങളിപ്പോൾ ജീവിതത്തിൽ വളരെ കഠിനമായ ഒരു പരീക്ഷണഘട്ടത്തിൽ കൂടെ ആയിരിക്കും, ഒരു കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടാകാം. ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ബ്രൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും നിങ്ങളെ താങ്ങി നിർത്താൻ ചില ശക്തമായിട്ടുള്ള പോസിറ്റീവ് എനർജികളുണ്ട് എന്ന് പറയാം. വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാം. ഡോഗ് കാർഡ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങളെ ചതിക്കാത്ത അല്ലെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു നല്ല സുഹൃത്ത്, അതൊരു പക്ഷേ സ്ത്രീ ആയിരിക്കാം, നിങ്ങളുടെ കൂടെ ഉണ്ടാകാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീയുടെ ഇടപെടലിനെ കാണിക്കുന്നുണ്ട്. ലേഡി കാർഡ് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ഒരു സ്ത്രീയാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം, അമ്മയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്താവാം. ഈ സ്ത്രീയുടെ ഒരു സാന്നിധ്യം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പ്രേമബന്ധങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ പറയുന്നുണ്ട്. ലവേഴ്സ് കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രണയത്തിനോ പുതിയ ബന്ധങ്ങൾക്കോ ഉള്ള അവസരങ്ങൾ വരും എന്നാണ് പറയുന്നത്. പക്ഷെ ശരിയായ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ മനസ്സ് ഒരുപാട് പാകപ്പെടുത്തേണ്ടതുണ്ട് എന്നും കൂടി പറയുന്നുണ്ട്. ആഴത്തിലുള്ള ഒരു വിശകലനം പറയുമ്പോൾ ഈ പൈല് തിരഞ്ഞെടുത്ത ആളുകൾ നിലവിൽ 2 ചിന്തകൾക്കിടയിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം നയിക്കുകയാണെന്ന് പറയില്ലേ. ഒരു വശത്ത് പുതിയ രീതിയിൽ മാറ്റിമറിക്കാനുള്ള അവസരങ്ങളും മജീഷ്യനും ലവേഴ്സും സഹായിക്കാൻ വിശ്വസ്തരായിട്ടുള്ള മനുഷ്യരും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കഴിഞ്ഞ കാലത്തെ ആ പരാജയങ്ങളിലാണ്. 5 ഓഫ് കപ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ പുതിയൊരു കരിയറോ മീഡിയ സംരംഭങ്ങളോ അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ കാരണം നിങ്ങൾ അത് മാറ്റി വെക്കുകയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ ആ മജീഷ്യന്റെ എനർജീനെ ഉണർത്തേണ്ടുന്ന ഒരു സമയത്ത് നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു കർമ്മദോഷം, ഈ ക്രോസിന്റെ കാർഡ് ഈ പ്രതിസന്ധികളിൽ കൂടെ അവസാനിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ. ഈ കാർഡുകളുടെ തടസ്സം മാറ്റിയിട്ട് വിജയവും സന്തോഷവും നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭൂതകാലത്തിന് ആദ്യം തന്നെ ഒഴുക്കി കളയുക. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന പഴയ ഓർമ്മകൾ അല്ലെങ്കിൽ വ്യക്തികളുടെ പേരുകൾ ഒരു പേപ്പറിൽ എഴുതുക. അതിനുശേഷം ആ പേപ്പർ കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഒരു ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയുകയോ ചെയ്യുക. ഇത് മാനസികമായിട്ട് വലിയൊരു മോചനം നൽകും എന്ന് പറയുന്നുണ്ട്. പിന്നെ വിശ്വസ്തരായ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലെ ഒതുക്കി വെക്കാതെ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തിനോട്, ഒരു ഡോഗിന്റെ എനർജി, അതിനോട് തുറന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വഴി നിങ്ങൾക്ക് വലിയൊരു ആശ്വാസവും ശരിയായിട്ടുള്ളൊരു വഴിയും ലഭിക്കും എന്ന് പറയുന്നുണ്ട്. സൂര്യാരാധന പറയുന്നുണ്ട്. അംഗീകാരമില്ലായ്മയും പരാജയഭീതിയും മാറാൻ വേണ്ടി ദിവസവും രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് സൂര്യഭഗവാനെ വണങ്ങുക. ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത് കരിയറിലെ തടസ്സങ്ങൾ മാറാൻ അല്ലെങ്കിൽ ഈ ആത്മവിശ്വാസം ഇരട്ടിയാക്കാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഹനുമാൻ ചാലിസ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ശിവാരാധന. ക്രോസ് റോഡിന്റെ കഠിനമായിട്ടുള്ള ഒരു ഭാരവും മാനസിക വിഷമങ്ങളും മാറാൻ ശനിയാഴ്ചകളിൽ ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുക അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ എല്ലാ കർമ്മദോഷങ്ങളെയും തകർത്ത് കളയും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനെ ഒരു ക്രിസ്റ്റൽ റെമഡിയാണ് നോക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും വഞ്ചനകളിൽ നിന്ന് രക്ഷ നേടാനും ടൈഗേഴ്സ് ഐരെ അല്ലെങ്കിൽ വൈകാര്യമായിട്ടുള്ള സങ്കടങ്ങൾ മാറി പ്രണയം വരാൻ റോസ് കോഡ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നത് വളരെ ഉത്തമമാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ ആഴത്തിൽ നോക്കുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കരിയറും ബിസിനസ്സും ആയിട്ട് നോക്കുമ്പോൾ തുടക്കത്തിലെ ഒരു പതർച്ച അപകർഷതാബോധത്തിനെയാണ് മജീഷ്യൻ കാർഡ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ കഴിവുകളും പ്രോജക്റ്റുകളും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകൾ, സ്റ്റുഡിയോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ ഉണ്ടായിട്ടും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കടുത്ത ഭയം അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചെയ്താൽ ഇത് ശരിയാകുമോ എന്നൊരു ചിന്ത നിങ്ങളെ പിറകോട്ട് വലിക്കുന്നുണ്ട്. ഓക്കെ, വിജയം വൈകുന്ന ഒരു അവസ്ഥയെ പറയുന്നുണ്ട്. 6 ഓഫ് വാൻസ് റിവേഴ്സാണ്. നിങ്ങളേറെ പ്രതീക്ഷിച്ച ഒരു പ്രമോഷനോ ബിസിനസ് ഡീലോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ
ഒരു അവസാന നിമിഷം വൈകാനൊരു സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങളെ സഹായിക്കാൻ വിശ്വസ്തനായിട്ടുള്ള ഒരു സുഹൃത്തോ പങ്കാളിയോ ഒരു ഡോഗിന്റെ എനർജി ബിസിനസ് രംഗത്ത് കൂടെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഭാരത്തിന് പറയുന്നുണ്ട്. ക്രോസ് കാർഡ് കരിയറിലെ നിലവിലെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഞെരുക്കത്തെ അല്ലെങ്കിൽ കടബാധ്യതകളെയാണ് കാണിക്കുന്നത്. ഇതൊരു താൽക്കാലിക പ്രതിസന്ധി മാത്രമാണ്. ഓക്കെ. അതുപോലെ തന്നെ പ്രണയം, കുടുംബ ബന്ധങ്ങള്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതിലോട്ടൊക്കെ നോക്കുമ്പോൾ രണ്ടുപേർക്കിടയിലെ ഒരു തെരഞ്ഞെടുപ്പാണ് പറയുന്നത്. ലവേഴ്സ് കാർഡ് വരുന്നതിനോടൊപ്പം തന്നെ ലേഡി കാർഡും ഡോഗും വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിലധികം ബന്ധങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ വരാം. പക്ഷേ മജീഷ്യൻ റിവേഴ്സ് ഉള്ളത് കൊണ്ട് തെറ്റായ ഒരു വ്യക്തിയുടെ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വീണു പോകാനുള്ളൊരു സാധ്യതയെ പറയുന്നുണ്ട്. നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന വിശ്വസ്തനായ ആ ഡോഗിന്റെ എനർജി ഉള്ള ഒരു വ്യക്തിയെ തിരിച്ചറിയുക എന്ന് പറയുന്നുണ്ട്. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന വ്യക്തികളെ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ കാല പ്രണയത്തിന്റെ ഒരു നിഴല് 5 ഓഫ് കപ്പ് പറയുമ്പോൾ ഒരു പഴയ ബന്ധം തകർന്നതിന്റെ സങ്കടം അല്ലെങ്കിൽ പങ്കാളി നിങ്ങളെ വഞ്ചിച്ചു എന്നൊരു ചിന്ത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അടക്കി ഭരിക്കുന്നുണ്ടാകാം. പുതിയ നല്ലൊരു ബന്ധം മുന്നിൽ വന്നിട്ടും ഈ ഭൂതകാല ചിന്തകൾ കാരണം നിങ്ങളത് സ്വീകരിക്കുന്നുണ്ടാവില്ല. ഇതിലെ ത്യാഗങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ നിങ്ങൾക്ക് ചില ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നേക്കാം ഇപ്പൊ ഈ വരാൻ പോകുന്ന കാര്യങ്ങളിൽ. ഓക്കെ. പിന്നെ മാനസിക ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനെ പറ്റി പറയുമ്പോൾ വിട്ടുമാറാത്ത വിഷാദത്തിന് പറയുന്നുണ്ട്. 5 ഓഫ് കപ്പ് നിങ്ങളുടെ ഒരു എനർജി ലെവലിനെ കടുത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം എപ്പോഴും കരയാൻ തോന്നുക, നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെടുക, അങ്ങനത്തെ അവസ്ഥകള്, ശാരീരികമായിട്ടുള്ള വേദനകള്, തോളുകള്, കഴുത്ത്, നടുവ്, അങ്ങനെ സംബന്ധമായിട്ടുള്ള വേദനകളെ പറയുന്നുണ്ട്. അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് അതിന് കാരണമായിട്ട് വരുന്നത്. തടസ്സങ്ങൾ മാറ്റി ഭാഗ്യം കൊണ്ടുവരാനുള്ളൊരു ഇത് അല്ലെങ്കിൽ ആ എനർജി ചേഞ്ച് ചെയ്യാനുള്ള റെമഡീസ് എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മഭാരങ്ങൾ ആ ക്രോസിന്റെ എനർജി കുറയ്ക്കാനും നഷ്ടബോധം മാറ്റി ആത്മവിശ്വാസം വീണ്ടെടുക്കാനും എന്താ പറയുക, നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ റീഡിങ്ങിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പോസിറ്റീവ് കാർഡ് എന്ന് പറയുന്നത് ഡോഗാണ്. തെരുവ് നായകൾക്കോ മറ്റു മൃഗങ്ങൾക്കോ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത്, ബിസ്ക്കറ്റോ ചോറോ അങ്ങനെ കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കടുത്ത കർമ്മദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും ഇല്ലാതെയൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കർപ്പൂര ദീപം തെളിയിക്കുന്നത് നെഗറ്റീവ് ചിന്തകളും കഴിഞ്ഞ കാല സങ്കടങ്ങളും മാറാൻ ദിവസവും വൈകുന്നേരങ്ങളിൽ നിങ്ങളുടെ കിടപ്പ് മുറിയിൽ ഒരു ചെറിയ കഷ്ണം കർപ്പൂരം കത്തിക്കുക. ഇത് മുറികളിലെയും നിങ്ങളുടെ മനസ്സിലെയും ഒരു ഹെവി എനർജി മാറ്റിയിട്ട് ഒരു പോസിറ്റിവിറ്റി തരും എന്ന് കാർഡുകൾ പറയുന്നുണ്ട്. ദേവി ആരാധന എന്ന് പറയുമ്പോൾ ലവേഴ്സ് കാർഡിന്റെ അനുഗ്രഹം ലഭിക്കാനും പ്രണയ കുടുംബ തടസ്സങ്ങൾ മാറാനും ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തില് ദുർഗയോ ഭദ്രകാളിയോ അവിടെ ദർശനം നടത്തി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. വിശ്വാസം ഉള്ള പോലെ ക്രിസ്റ്റലാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ തവിട്ട് മഞ്ഞ കളറുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് 6 ഓഫ് വാൻസ് അതിൻ്റെ റിവേഴ്സാണ്. അത് ബാലൻസ് ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ തവിട്ട് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ഈ ബ്രാൻഡിങ്ങുകളിലോ മോതിരങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും ഈ നിറങ്ങൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നും കൂടി കാർഡുകൾ പറയുന്നുണ്ട്. ഇതാണ് 4ാമത്തെ പൈല് തിരഞ്ഞെടുത്തുള്ളത്. ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടോ നോക്കാം. ഇത് ടൈംലെസ് ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാം. പിന്നെ ഇത് ഈ പറയുന്നത് നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും. ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റൈഡിങ് എടുക്കണം. നെഗറ്റീവും പോസിറ്റീവും അറിയാൻ നോക്കുക. അതനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ നോക്കുക. അപ്പം ഇതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ കാർഡുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റി പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ പറയാം എന്ന് ഞാൻ പറഞ്ഞതിൽ എത്രമാത്രം സത്യം ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യാം തീർച്ചയായിട്ടും താഴെ. പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ് പല ആവശ്യങ്ങൾക്കുള്ളത്. വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, PCOD പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹെൽത്തിന്, വെൽത്തിന്, പ്രണയം ആകർഷിക്കാൻ. അപ്പോൾ ഇതൊക്കെ വിശ്വാസമുള്ളവർ ധരിച്ചിട്ടേ കാര്യമുള്ളൂ. താല്പര്യമുള്ളവരാണെങ്കിലും റീഡിങ്ങിനാണെങ്കിലും നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ മതി. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണെങ്കിലോ എന്ന് വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നെടുക്കണം എന്നല്ല, എവിടെയാണെങ്കിലും പോയി എടുത്ത് നിങ്ങളൊരു സൊല്യൂഷൻ എടുത്ത് മുന്നോട്ട് പോവുക. നമുക്ക് ഇങ്ങനത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം വിഷൻ.